RSS ADGP കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചതിനു പിന്നാലെ പ്രതിപക്ഷ നേതാക്കന്മാർ നിന്ന നിപ്പിൽ ഉൾട്ടയടിക്കുന്നു. എന്താണെന്നല്ലേ ഉൾട്ട? ഓരോരുത്തരുടെ പ്രതികരണം കേട്ടെ. RSS നേതാക്കന്മാരുടെ ശാഖനിരങ്ങലും RSS നേതാക്കന്മാരുടെ കാലുതിരുമലും RSS നേതാക്കന്മാരുടെ പാദസേവ ചെയ്യലും നടത്തുന്നുണ്ടെന്ന ആരോപണങ്ങൾ RSS നേതാക്കന്മാർ തന്നെ തുറന്നു പറഞ്ഞവർ നിന്ന നിപ്പിന് പറഞ്ഞ വാചകങ്ങളൊന്ന് കേട്ടെ. ഡൊമസ്റ്റിക് എൻക്വയറിയേ പറ്റുള്ളൂ, അല്ലാതെ വേറെ അന്വേഷണത്തിനൊന്നും പ്രസക്തിയില്ല. കാരണം ഇതൊരു ഇപ്പൊ ആരോ പറഞ്ഞു ജുഡീഷ്യൽ അന്വേഷണം വേണം. ജുഡീഷ്യൽ അന്വേഷണത്തിന് നടത്താൻ ഇതൊരു ക്രൈം അല്ലല്ലോ, ഇതൊരു IPC പ്രകാരമുള്ള ഒരു ക്രൈം അല്ലല്ലോ, ഇതൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു അലിഗേഷനാണ് ഉന്നയിച്ചത്. ADGP ഒരു ക്രൈം ചെയ്തോന്നല്ല ഞാൻ ഈ വിഷയത്തിൽ പറഞ്ഞത്. എന്ത് കാര്യത്തിന് അന്വേഷിക്കാൻ ആ സംഭവം നടന്നത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ്. ആരെ ബോധ്യപ്പെടുത്താൻ അന്വേഷണം? ജനങ്ങളെ ബോധ്യപ്പെടുത്താനോ? RSS നേതാവുമായി ADGP ലോ ആൻഡ് ഓർഡർ എന്തിനു കണ്ടു എന്നുള്ളത് അന്വേഷിക്കേണ്ട കാര്യമില്ല. കാരണം അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മുഖ്യമന്ത്രിക്ക് വേണ്ടി തന്നെയാണ് കണ്ടിട്ടുള്ളത്. ഇവിടെ ഈ അന്വേഷണം എന്ന് പറയുന്ന ഒരു പ്രഹസനമാണ്. ഇത് മുഖ്യമന്ത്രി കള്ളനും പോലീസും കളിക്കുകയാണ്. അദ്ദേഹം DGP ഏൽപ്പിക്കുന്നു, DGP ഉടനെ തന്നെ താഴെയുള്ള ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കുന്നു. അവസാനം മുഖ്യമന്ത്രി പറയുന്നതനുസരിച്ച് റിപ്പോർട്ട് വരുന്നു. ഈ കള്ളക്കളി വേണ്ട. നിരനിരയായി നിന്ന് പറഞ്ഞവർ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഡൊമസ്റ്റിക് എൻക്വയറിയുടെ ആവശ്യമുള്ളൂ, ഇതൊരു ക്രൈം അല്ലല്ലോ, അതിന് ക്രൈമൊന്നും ചെയ്തില്ലല്ലോ, ഇത്രയും ദിവസം അങ്ങനെ അല്ലല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ടുള്ള കേസുകൾ ഒത്തുതീർപ്പിന് പോയതാണ് ആര്? ADGP എന്നാണ്. പക്ഷേ ഇതിപ്പോൾ ക്രൈമല്ല. എന്താണാവോ ഉസ്മാൻ ജി പറഞ്ഞത്? ഉസ്മാൻ ജി പറയണത് ഇതിൽ അന്വേഷണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും കാര്യങ്ങൾ അറിയാമല്ലോ. സുധാകരനും എന്തിനാണ് ഈ അന്വേഷണമൊക്കെ? എന്താണ് മനസ്സിലാക്കുന്നത്? ഇത്രയും നാൾ കരുതിയിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരിക്കലും പിണറായി വിജയൻ അന്വേഷണം പ്രഖ്യാപിക്കില്ല. ഇവർ പറഞ്ഞുകൊണ്ടിരുന്ന കഥകളെല്ലാം അതേപടി ഓടുമെന്ന്. അന്വേഷണം തുടങ്ങുമ്പോൾ വസ്തുതകൾ പുറത്തു വരുമല്ലോ, ഈ വായ്ത്താളം അടിയെല്ലാം പൊളിയുമല്ലോ. അത് പൊളിയുമെന്ന് കണ്ടപ്പോൾ നിന്ന നിപ്പിൽ ഉൾട്ടയടിച്ച് തിരിയുകയാണ്. ഇതാണ് കോൺഗ്രസ്സുകാർ. ഏറ്റവും ഒടുവിൽ KFOന്റെ കണ്ടില്ലേ, മാധ്യമങ്ങളിലൂടെ സതീശനടിച്ച ഗീർവാണങ്ങൾക്ക് വല്ല കുറവുണ്ടോ? അഴിമതി അഴിമതി അഴിമതി. എന്തായിരുന്നു ഹൈക്കോടതി ചെന്നപ്പോൾ? ചെവുക്കുറ്റി വളക്ക ഒന്ന് കൊടുത്തിട്ട് ഇറങ്ങിപ്പോവുക എന്ന് പറഞ്ഞു. മേല ഇമ്മാതിരി ഊള ഹർജിയുമായിട്ട് ഈ വഴി വന്നേക്കരുതെന്ന താക്കീതും കൊടുത്തു വിട്ടു. ആ സതീശൻ ഓരോ വിഷയങ്ങൾ മാധ്യമങ്ങൾ കൊണ്ടുവരുമ്പോൾ ഈ തലേ ദിവസം രാത്രി നമ്മൾ സൃഷ്ടിച്ച അജണ്ട പ്രകാരം നിങ്ങൾ വാർത്ത പുറത്തേക്ക് വിടൂ, രാവിലെ ഞാൻ വന്നതിൽ പ്രതികരിക്കാം, പിന്നാലെ ചെന്നിത്തല വരും, പിന്നാലെ സുധാകരൻ വരും, പിന്നീട് ഈ അജണ്ടയുടെ അല്ലെങ്കിൽ ഈ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആയിട്ടുള്ള സംഘപരിവാറുകാർ ഇവർക്ക് പിന്നാലെ വരത്തുള്ളൂ. ആ ഒരു നാടകമാണ് ഇപ്പോൾ പൊളിയാൻ പോകുന്നത്. RSSകാരുടെ നാവായിട്ട് സംസാരിക്കുകയാണ്. കാര്യം RSS എന്തായിരുന്നാലും ഇവിടുത്തെ ഒരു സംരക്ഷിത മേഖല പോലെ RSSൻ്റെ ശാഖകളിൽ ചെന്ന് ഗോൾവാൾക്കറിൻ്റെ ചിത്രത്തിൽ തിരിതെളിക്കാം, തൊഴുതു വണങ്ങി നിൽക്കാം, അവരുടെ ശാഖകളിൽ കയറാം, എന്നതിന് ശേഷം പുറത്തിറങ്ങി RSSനെ അല്ല RSSുമായി CPMന് ബന്ധമുണ്ടെന്ന് വരുത്താനുള്ള കൊട്ടേഷൻ കോൺഗ്രസിലെ എല്ലാ നേതാക്കന്മാർക്കും നിക്ഷിപ്തമല്ല. കോൺഗ്രസിലെ സവർണരായിട്ടുള്ള നേതാക്കന്മാർ ചെന്നിത്തല നായർക്കും സതീശ മേനോനുമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. ഈ രണ്ടു പേർക്കും സവർണ നായർ എന്ന നിലയ്ക്ക് തന്നെ സംഘപരിവാറുമായിട്ട് അടുത്ത ബന്ധമുണ്ടെന്ന് ഈ നാട്ടിലെ പരസ്യമായ രഹസ്യമാണ്. അവരാണ് പെട്ടെന്ന് RSS ADGP കൂടിക്കാഴ്ചയിൽ അന്വേഷണം വരുമ്പോൾ പുതിയ ഒരു നിർവചനവുമായി രംഗത്ത് വരുന്നത്. അല്പമെങ്കിലും തലയ്ക്കകത്ത് ആളുതാമസമുള്ളവർ, ചിന്തിക്കാൻ ശേഷിയുള്ളവർ എന്തിനാണ് മാധ്യമങ്ങളിലൂടെ, നേരിട്ടല്ല മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ആരാൽ നയിക്കപ്പെടുന്ന സംഘപരിവാർ സ്വാധീനത്തിൽ അവരുടെ കാൽ കീഴിൽ നിൽക്കുന്ന മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെയുള്ള പ്രചരണം നടത്തുന്നുണ്ട്? അതിന് മൗത്ത് പീസായിട്ട് കോൺഗ്രസ് നേതാക്കന്മാർ മുൻപന്തിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവരെന്തിനാണ് RSS മുന്നിലേക്ക് ഇറക്കി നിർത്തുന്നത്? ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. അവരുടെ പ്രഖ്യാപിത ശത്രുക്കൾ ഇടതുപക്ഷമാണ്, പിണറായിയാണ്. അവരെ കരിവാരി തേക്കാൻ നേരിട്ട് വരാതെ അവരുടെ ഏജന്റുമാരായി പ്രവർത്തിക്കുന്നവരെ കളത്തിലിറക്കി നിർത്തിയിരിക്കുന്നു എന്നതാണ് വീണ്ടും തെളിയുന്നത്. RSS ശാഖയ്ക്ക് സംരക്ഷണം കൊടുത്തവരും RSSൻ്റെ ശാഖയ്ക്കകത്ത് പോയി ഗോൾവാൾക്കർ ചിത്രത്തിൽ തിരിതെളിച്ചവരും RSS ശാഖകളിൽ പോയി ഹരിപ്പാട് വിജയം ഉറപ്പാക്കിയ 3 പേരും നിരന്ന് നിന്ന് പറയുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളെ കണ്ണടച്ച് വിശ്വസിച്ച് അതാണ് സത്യമെന്ന് വിശ്വസിക്കുന്നവർക്കപ്പുറം യാഥാർത്ഥ്യം മനസ്സിലാകുന്നവർക്ക് ഈ 3 മറുപടിയിൽ കാര്യങ്ങൾ വ്യക്തമായി തന്നെ പിടികിട്ടും.